രാജീവ് ചേട്ടാ, നമ്മുടെ ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷന് കേവലം 2.5 മാസം അല്ലെങ്കിൽ കഷ്ടി 3 മാസത്തിൽ താഴെയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 3 മന്ത്രിമാർ, അതായത് ഇടതുപക്ഷ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ, MP രാജേഷ്, P രാജീവ്, അതുപോലെ വീണ ജോർജ് എന്നിവർ പരാജയപ്പെടുമെന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് നമുക്ക് തൃത്താലയിൽ 6321 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനുണ്ട്, തൃത്താല മാത്രം. അതുപോലെ ഈ കളമശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ 14,367 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനുണ്ട്. ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ ആറന്മുളയിൽ 5,759 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ഈ 3 മന്ത്രിമാരും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മണത്തുന്നു എന്നല്ലേ? ആദ്യത്തെ നിയമമണ്ഡലം തന്നെ പറയാം, തൃത്താല. ഓരോന്നാണ് തൃത്താല. MP രാജേഷ് അല്ലേ? MP രാജേഷ് 2021 ഇടതുപക്ഷത്തിന് അനുകൂലമായ ഏറ്റവും വലിയ തരംഗമായി 2021 ഉണ്ടായിരുന്നു. 3016 വോട്ടിനാണ് ജയിച്ചത്. 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അന്ന് MP രാജേഷ് ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ തദ്ദേശത്തിൻ്റെ സമയമായപ്പോഴേക്കും എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമായി? MP രാജേഷിനെ നോക്കുകയാണെങ്കിൽ തൃത്താല മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 6,321 വോട്ട്, 6,321. അതായത് 3000 കവർ ചെയ്തിട്ട് 6,321 UDFിന്. അപ്പോൾ 9,000 വോട്ടിൻ്റെ വ്യത്യാസം അവിടെ തന്നെ വന്നു കഴിഞ്ഞു. പിന്നെ രാജേഷ് ഇപ്പോൾ അത്ര ക്ലീൻ ഇമേജ് ആയിട്ടല്ല നിൽക്കുന്നത്. ബ്രൂവറി വിഷയമുണ്ട്, എലപ്പള്ളി ബ്രൂവറി വിഷയമുണ്ട്. അങ്ങനെ പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വാളയാർ പെൺകുട്ടികളുടെ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. അത് ഇവിടെ ഇപ്പോൾ ഈ കേസും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, രാജേഷ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ആൾ കാണും, റിയാസ് കാണും, ഇടത്തരക്കാരും നേതാക്കന്മാർ മുഴുവൻ. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് തൃത്താല മണ്ഡലത്തിലെ CPM CPMിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയുടെ ഉള്ളിൽ CPI പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തൃത്താലയിൽ രാജേഷ് പരാജയപ്പെട്ടാലും അത്ഭുതം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, രാജേഷിന് പരാജയപ്പെടുന്നത് മാത്രമല്ല, ദയനീയമായിട്ട് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് VT ബൽറാം തന്നെ തൃത്താലയിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, തൃത്താല കാര്യം രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ആരോപണം വന്ന പാലക്കാട് ജില്ലയിൽ ആരോപണം വന്നെങ്കിൽ പോലും പാലക്കാട് ഷാഫിയുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുണ്ട്. അല്ലെങ്കിൽ അത് മാത്രമല്ല, തൃത്താല ബേസിക്കലി ഒരു ഇടതുപക്ഷത്തിന് അടിത്തറയുള്ള മണ്ഡലമായിരുന്നു. പാലക്കാട് മുഴുവൻ അങ്ങനെയായിരുന്നു. മലമ്പുഴ ഉൾപ്പെടെ EMS ഒക്കെ വന്ന് മത്സരിച്ച സ്ഥലങ്ങളാണ് പാലക്കാട്. അതെല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാക്സിമത്തിലെത്തി. ഇനി താഴോട്ടുള്ള യാത്രയേ ഉള്ളൂ. അപ്പോൾ ആ യാത്രയിൽ തൃത്താല MP രാജേഷ് മൂക്കുകുത്തി താഴെ വീഴും. കാരണം പ്രത്യേകിച്ച് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യം പുള്ളി സ്പീക്കറായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് അദ്ദേഹം മന്ത്രിയാണ്, എക്സൈസ് മന്ത്രി. അദ്ദേഹത്തിന് കാരണം ഇവർ തന്നെ പറയുന്നുണ്ട്, ലഹരിക്കെതിരെ ഭയങ്കര ഇവർ ക്യാമ്പയിൻ നടത്തുന്നു, സംസ്ഥാന വ്യാപകമായിട്ട് ഇടതുപക്ഷം ക്യാമ്പയിൻ നടത്തുന്നു. ഒപ്പം തന്നെ മദ്യ ബാറുകളും ബ്രൂവറികളും തുടങ്ങാൻ ഇങ്ങനെ അനുമതി കൊടുക്കുന്നു. അപ്പോൾ അത് കാണുന്നത് മദ്യത്തിനെതിരെ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്, അല്ല ലഹരിക്കെതിരെ ഇവർ വാതോരാതെ നെടുനീളം പ്രസംഗങ്ങളും വായ്ത്താരികളും പറയുകയും ചെയ്യുന്നുണ്ട്, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു സിമ്പലാണ് ആര്? തൃത്താലയിൽ അതിൻ്റെ സിമ്പലാണ് MP രാജേഷ്. ആ തോൽവിയുടെ മാത്രമല്ല, ഇതിൻ്റെ എല്ലാത്തിനും ഇനി 10,000 വോട്ടിന് ജയിക്കുന്നുണ്ടെങ്കിൽ പോലും 10,000 വോട്ട് കളയാൻ പിണറായി വിജയൻ കൂടിയുണ്ട്. പിണറായി വിജയൻ്റെ മുഖമുണ്ട്, അത് മതി. MP രാജേഷ് അവിടെ തോറ്റിരിക്കും. നമുക്ക് ഇനി അടുത്തതിന് പോകുന്ന കളമശ്ശേരിയാണ്. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ പ്രത്യേകത അറിയാം. കഴിഞ്ഞ തവണ, അതായത് 2021 P രാജീവ് ജയിച്ചത് 15,336 വോട്ടിൻ്റെ നല്ല ഗംഭീര ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അന്ന് അത് ലീഗിൻ്റെ മണ്ഡലമാണ് കളമശ്ശേരി. പക്ഷേ ഇപ്പോൾ അത് ലീഗുമായിട്ട് കോൺഗ്രസ് വെച്ചു മാറാനാണ് സാധ്യത. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലീഗുമായിട്ട് വെച്ച് മാറുകയാണെങ്കിൽ ഷിയാസ് ആയിരിക്കും സ്ഥാനാർത്ഥി. പ്രത്യേകിച്ച് മുസ്ലിം പോപ്പുലേഷൻ നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കളമശ്ശേരി നിയോജക മണ്ഡലം. ഇപ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇത് പരിശോധിക്കുകയാണെങ്കിൽ കളമശ്ശേരി 14,367 വോട്ടിൻ്റെ ലീഡ് UDFിനുണ്ട്. 1, 4, 3, 6, 7 14,367 വോട്ടിൻ്റെ ലീഡ് UDFിനുണ്ട്. അസംബ്ലിയിലെ ലീഡിനേക്കാൾ രാജീവിൻ്റെ ലീഡിൻ്റെ മറികടന്നുകൊണ്ടാണെന്ന് വിചാരിക്കാം. രാജീവിന് അല്ല അസംബ്ലിയിൽ ലീഡായിട്ട് മറികടന്നിട്ടില്ല. അസംബ്ലിയിൽ രാജീവിന് 15,330 വോട്ട് മറികടന്ന് 13,000 വോട്ട് ഇവിടെ വന്നു. 22,000 വ്യത്യാസം വന്നു. ഇപ്പോൾ തദ്ദേശത്തെ കാര്യമാണ് മാറ്റേണ്ടത്. പാർലമെന്റ് എടുത്ത് അതിലും വരും. അതെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, P രാജീവ്
തോൽക്കാൻ പോകുന്നുള്ളതിൻ്റെ കാരണം ഒന്ന് പിണറായി വിജയൻ്റെ ഇമേജ്, അതെല്ലാ നിയമമണ്ഡലത്തിലും കോമൺ ആയിട്ട് പറയുന്ന കോമൺ ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ മത്സരിക്കാൻ എതിരായി വരുന്നത് ഷിയാസാണ്. ഷിയാസ് ക്ലീൻ ഇമേജുള്ള നേതാവാണ്. അതല്ല, നമ്പർ 1 DCC പ്രസിഡന്റാണ്. നമ്പർ 1. ഇപ്പം ഡൽഹിയിൽ നിന്ന് ഒബ്സർവേഴ്സ് വന്നപ്പോൾ ഷിയാസിൻ്റെ ഇവിടുത്തെ പ്രവർത്തനം പറഞ്ഞു, ഷിയാസിനെ പോലെ 100 DCC പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ഭരിക്കുമായിരുന്നതാണ്. അത് പുള്ളി കഴിഞ്ഞ DCC പ്രസിഡന്റ് എന്ന രീതിയിൽ 24/7 ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. കീഴ്ഘടകങ്ങളെ മണ്ഡലം കമ്മിറ്റിയെയും ബൂത്ത് കമ്മിറ്റിയൊക്കെ നല്ല ചടുലമാക്കാനും വളരെ സക്രിയമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാനും അദ്ദേഹം കഴിയും. പ്രത്യേകിച്ച് തൃക്കാക്കര ബൈ ഇലക്ഷൻ നമുക്കറിയാവുന്ന അതിനൊക്കെ ഷിയാസിൻ്റെ ഒരു നേതൃപാഠവും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കളമശ്ശേരിയായിട്ട് ഷിയാസിന് അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. പ്രത്യേകിച്ച് മുസ്ലിം പോപ്പുലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടർമാർ ഈ മണ്ഡലത്തിൽ നല്ല ഒരു 40% മണ്ഡലത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷിയാസ് ജയിക്കാൻ തന്നെയാണ് സാധ്യത. പി രാജീവ് ഈ കണക്കാണെങ്കിൽ പി രാജീവ് 8 നിലയിൽ പൊട്ടാൻ തന്നെയാണ് സാധ്യത, അല്ലേ? പി രാജീവിൻ്റെ തോൽവി എന്ന് പറയുന്നത് ഏറെക്കുറെ പി രാജീവ് തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പി രാജീവ് ചിലപ്പോൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നവരെ പറയുന്നുണ്ട്. ചെറുപ്പക്കാരെ വനിതകളെ കൊണ്ടുവരാൻ നോക്കുന്നു, അങ്ങനെ പല മാർഗ്ഗങ്ങൾ അവരാലോചിക്കുന്നത്. കളമശ്ശേരി ഒരു പ്രസ്റ്റീജിയസ് നിയോജകമണ്ഡലമാണ്. ട്രേഡ് യൂണിയൻ ബെൽറ്റുണ്ട്, പൈസയുള്ളവരുടെ. പക്ഷെ മന്ത്രി എന്ന രീതിയിൽ, വ്യവസായ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര ഒരു മോശമാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ പി രാജീവിൻ്റെ പ്രകടനം മോശമാണോ ഇല്ലയോ എന്നുള്ള ഒറ്റ കാര്യം പറയാം. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് കാഞ്ഞിരമറ്റമുണ്ട്. കാഞ്ഞിരമറ്റത്തു നിന്ന് ആ പള്ളി തൊട്ട്, മുസ്ലിം പള്ളി തൊട്ട്, വലിയ പേരുകേട്ട പള്ളിയാണ്, ആ മുസ്ലിം പള്ളി തൊട്ട് 1 കിലോമീറ്റർ യാത്ര നടന്നു പോവുക. 2 വശത്തും അടുക്കി വെച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ വിൽക്കാനിട്ടിരിക്കുക. ഉപയോഗിച്ച ഫർണിച്ചറുകൾ, ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപയോഗിച്ച ഫർണിച്ചർ. ആ ഓരോ ഫർണിച്ചർ സെറ്റും ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പൂട്ടിപ്പോയ വ്യവസായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പലരുടെയും കണ്ണീരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ബാങ്ക് ലോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കിലോമീറ്റർ കണക്കിൽ അപ്പുറം ഇപ്പുറം കോടിക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയല്ല, ലേലത്തിൽ പിടിച്ച് ആൾക്കാരവിടെ കൊണ്ടുപോയിടുന്നതാണ്. അത് ചെന്ന് നടന്നു നോക്കിയാൽ കാണാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ മുമ്പിൽ കൂടെ പോയിട്ട് പി രാജീവിൻ്റെ വ്യവസായ നയം നല്ലതാണെന്നും പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. എന്തായാലും പി രാജീവ് ഇത്തവണ കളമശ്ശേരി തന്നെ ജനവിധി തേടുകയാണെങ്കിൽ 8 നിലയിൽ പൊട്ടും, സംശയം വേണ്ട. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ആറന്മുളയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ Day 1, അതായത് പിണറായി സർക്കാർ അധികാരത്തിലേറി 1-ാം ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മന്ത്രിയാണ് വീണ ജോർജ്, ആരോഗ്യമന്ത്രി. പ്രത്യേകിച്ച് അന്ന് കോവിഡ് കാലത്താണ്. 2021 കോവിഡിൻ്റെ സമയത്തും ലോക്ക്ഡൗണിൻ്റെ സമയത്തുമാണ് ഇലക്ഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരിയുടെ ഒരു പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ Day 1 തൊട്ട് അവർ നേരിട്ട് ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു മന്ത്രിയാണ് വീണ ജോർജ്. കഴിഞ്ഞ തവണ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ 19,003 വോട്ടുകൾക്കാണ് 2021 വിജയിച്ചത്. എന്നാൽ നമുക്കിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആറന്മുളയിൽ ലീഡ് ഇത്തവണ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് UDF ലീഡ്. UDF 5000-ൽ പരം വോട്ടിന്റെ ലീഡ് ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. 5000 ലീഡ് കാണുമ്പോൾ 19,000 24,000 വോട്ടോടെ മാറി. അപ്പോഴേ 5000 ഇവിടെ കിട്ടുള്ളൂ. 24,000 വോട്ട് വീണ ജോർജിന് കിട്ടിയിരുന്ന, അല്ലെ കിട്ടേണ്ടിയിരുന്ന 24,000 വോട്ട് മാറി ഇപ്പുറം വന്നു. അതുകൊണ്ടാണ് 5000 വോട്ട് ഇവിടെ കിട്ടിയത്. പക്ഷെ 5759 വോട്ടിൽ 6000-നടുത്ത് കൂട്ടിക്കോ. അതിൽ വരാൻ പോകുന്ന വ്യത്യാസം, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ട്രെൻഡ്, പല ശബരിമല കേസിൻ്റെ മറ്റ് അറിവുകൾ ഇപ്പോൾ ലാസ്റ്റ്. പക്ഷെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്നാണ് LDF പറയുന്നത്. കാരണം ലോക്സഭയിലുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലെ ഇലക്ഷൻ. കാരണം അത് പറയാൻ കാരണം ഇപ്പോൾ 2019 ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് UDF തൂത്തുവാരി. 2019 ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് UDF തൂത്തുവാരി. പിന്നാലെ വന്ന ബൈ ഇലക്ഷൻ, 2019 ബൈ ഇലക്ഷൻ കോന്നിയിൽ ജനീഷ് കുമാർ ജയിച്ചു. അരൂര് മാത്രമാണ് ഷാനിമോൾ ഉസ്മാൻ ജയിക്കാനായത്. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ജയിച്ചു. അങ്ങനെ പല മണ്ഡലങ്ങളിലും LDF ജയിക്കുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ നിയമസഭാ ഇലക്ഷനിലെയും അതുപോലെ ലോക്സഭാ ഇലക്ഷനിലെയും പഞ്ചായത്ത് ഇലക്ഷനിലും വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ടെന്നാണ് LDF പറയുന്നത്. LDF പറയുന്ന ഒരു ചോദ്യം തിരിച്ച് അവരോട് ചോദിക്കാനുണ്ട്. എത്ര തരം വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്? പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം മാർക്സിസ്റ്റുകാർ, പഞ്ചായത്ത് മാർക്സിസ്റ്റുകാർ, അസംബ്ലിക്ക് വോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ, അസംബ്ലി മാർക്സിസ്റ്റുകാർ, ലോകസഭയിൽ വോട്ട് ചെയ്യുന്ന മാർക്സിസ്റ്റുകാർ. അപ്പോൾ യഥാർത്ഥ മാർക്സിസ്റ്റുകാർ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലോകസഭയിലേക്ക് വോട്ട് ചെയ്തവരുടെ എണ്ണം മാത്രമേ CPM വോട്ടായിട്ട് കണക്കാക്കാവുള്ളൂ. ബാക്കിയൊക്കെ സൗകര്യം കിട്ടിയാൽ എങ്ങോട്ട് വേണം മാറി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ 3 കാറ്റഗറി വോട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ലോകസഭയുടെ ഇലക്ഷൻ എടുക്കുന്നില്ല. അത് കോൺഗ്രസ് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ മറിച്ച്
തദ്ദേശ തിരഞ്ഞെടുപ്പ് ഏറെക്കുറെ റിസംബിൾ ചെയ്യുകയാണ്. അവിടുത്തെ ലോക്കൽ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് താഴെ തട്ടി വരെയുള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ വീണ ജോർജിന്റെ പ്രകടനം ശരാശരിയിലും താഴെയായിരുന്നു. ശരാശരി താഴെയല്ല. പിണറായി വിജയന്റെ നെഗറ്റീവ് ലിസ്റ്റിൽ പെടുത്താവുന്ന മന്ത്രിമാരിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തെങ്കിലും. അത് മാത്രമല്ല, ഇപ്പൊ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാണ്. അവര് സാധാരണ ഒരു ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാത്ത അവരെ ക്ഷണിതാവാക്കിയതിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് അടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ്രായത്തിനെ പോലെ മിടുക്കനായ ഒരുത്തിനെ മാറ്റി നിർത്തിയിട്ടാണ് വീണ ജോർജിന് കൊടുത്തതെന്നോട് വിചാരിക്കണം. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സജി ചെറിയാൻ അപ്പുറത്തുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് രാജീവ്രാവിനെ ഞെക്കിക്കൊന്നു. തോമസ് ഐസക്ക് മത്സരിക്കാൻ പോയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഇല്ല എന്നുള്ള ക്ലിയറായി. കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട്, അത് ശിവദാസൻ നായരോടോ വിഷ്ണുനാഥനോടോ ഒക്കെ ഉള്ള വിരോധം കൊണ്ട് കുറേ ആൾക്കാർ മറിച്ച് വോട്ട് ചെയ്തു. അതേ അവിടുത്തെ ഗ്രൂപ്പിസം ഭയങ്കര കോൺഗ്രസ്സിലെ. ആ ഗ്രൂപ്പിസം കൂടെ മാറ്റി നിർത്തിയ 20,000 25,000 30,000 വോട്ടിന് വീണ ജോർജ് തൂക്കും. ഏറ്റവും വെറുക്കപ്പെട്ട മന്ത്രിയായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് ഈ ക്യാബിനറ്റിലെ എല്ലാ രംഗത്തും. ഇന്നലെ ഉണ്ടായി ഒരുത്തൻ, നമ്മൾ പടം കാണിക്കാൻ പറ്റിയല്ല, തിരുവനന്തപുരത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, ഉഴപ്പിൽശാലല്ലോ, അവിടെ ഒരു ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾ കൊണ്ടില്ലുമ്പോൾ അയാളെ രോഗികളെ അറ്റൻഡ് ചെയ്യാൻ ആളില്ല. അവരൊരു മികച്ച മാധ്യമ പ്രവർത്തകരായിരുന്നു. പക്ഷെ ഒരു മന്ത്രി എന്ന രീതിയിൽ അവരുടെ പ്രകടനം ശരാശരി മോശമാണെന്നാണ് താങ്കൾ പറയുന്നത്. ശരാശരി അല്ല, ലോവസ്റ്റ് ലെവൽ, ഏറ്റവും താഴ്ന്ന ലെവൽ. കാരണം പിണറായി വിജയനെ സ്തുതി പാടുക എന്നുള്ള ഒറ്റ ജോലി കൊണ്ട് മാത്രം അവിടെ തങ്ങി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം റിസൾട്ട് വരുമ്പോൾ.